ഞാൻ 2 ദിവസം മുമ്പ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാനൊരു ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 100Kയുടെ ഒരു അക്കൗണ്ട് ആയിരിക്കും ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. 100Kയുടെ ഒരു ഡെയിലി ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് $5%, $5,000 ആണ്. അതേപോലെ തന്നെ ഓവറോൾ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 10%, $10,000 ആണ്. പ്രോഫിറ്റ് ടാർഗറ്റ് ഫസ്റ്റ് ഫേസിൽ 8%, $8,000, സെക്കൻഡ് ഫേസിൽ 5%, $5,000 ആണ് പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അക്കൗണ്ടിൽ ഇവാലുവേഷൻ ബേസിൽ ഞാൻ ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡും ഫണ്ടഡ് ആയതിനു ശേഷം ഞാൻ ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡും എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇവാലുവേഷൻ ബേസിൽ 1 to 3 ട്രേഡ്സ് ആയിരിക്കും പെർ ഡേ മാക്സിമം എടുക്കുന്നത്. ഒരു $500 to $1,500 ആയിരിക്കും ഒരു ദിവസം ഞാൻ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഫണ്ടഡ് ആയതിനു ശേഷം മാക്സിമം $500 to $700 ആയിരിക്കും പെർ ഡേ ഞാൻ എടുക്കുന്ന റിസ്ക്. മാക്സിമം ഒരു 1 to 2 ട്രേഡ്സ് ആയിരിക്കും എടുക്കുന്നത്. ഞാൻ ആക്ച്വലി ഇവാലുവേഷൻ ബേസിൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ ഫണ്ടഡ് ആയതിനു ശേഷം നോർമൽ രീതിയിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എടുക്കുന്ന എല്ലാ അക്കൗണ്ടും എനിക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ബട്ട് ഞാൻ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ടിനെ സമീപിക്കുന്നത് എത്ര അക്കൗണ്ടാണോ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് 2 അക്കൗണ്ടും ഫെയിലായി, മൂന്നാമതൊരു അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് അത് പാസ്സായി കഴിഞ്ഞാൽ ഓവറോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ആ രീതിയിലാണ് ഞാൻ ഫണ്ടഡ് അക്കൗണ്ടിനെ സമീപിക്കുന്നത്. അതേപോലെ തന്നെ ഇവാലുവേഷൻ ബേസിൽ ഞാൻ അഗ്രസീവ് ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അഗ്രസീവ് ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള മെത്തേഡ് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അക്കൗണ്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് ക്യാപിറ്റൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഗ്രസീവ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. അഗ്രസീവ് മെത്തേഡിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അക്കൗണ്ട് പാസ്സാവും, അല്ലെങ്കിൽ അക്കൗണ്ട് പെട്ടെന്ന് ഫെയിൽ ആവും. അപ്പോൾ ഒരു പോസിറ്റീവും നെഗറ്റീവും അഗ്രസീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.